ഒരു ദുരന്തം, ഒരു നിമിഷം ജീവിതങ്ങളെ തകർത്തു, വീടുകളെ മണ്ണിനടിയിലാക്കി, സ്വപ്നങ്ങളെ ചോരച്ചുവടാക്കി. പച്ചപുതച്ച വയനാട് കേരളത്തിന്റെ ആകെ തേങ്ങലായി മാറി. പക്ഷേ മണ്ണ് തകർന്നെങ്കിലും മനുഷ്യ മനസ്സ് തകർന്നില്ല. കണ്ണീർ വീണെങ്കിലും കരങ്ങൾ കൂടി ചേർന്നു. ദുരന്തത്തിന്റെ ഇരുട്ടിൽ നിന്ന് ഉയർന്നത് പുനരധിവാസത്തിന്റെ പ്രകാശമായിരുന്നു. ഇന്ന് ഹൈ ഫൈവ് സംസാരിക്കുന്നത് നഷ്ടത്തെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് പ്രതീക്ഷയെക്കുറിച്ച് കൂടിയാണ്. വീണ്ടും ഉയരുന്ന ഭവനങ്ങളെക്കുറിച്ച് മാത്രമല്ല, വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഹൃദയങ്ങളെക്കുറിച്ചാണ്. ആ ഹൃദയ നിർമ്മിതിക്കായി വിനിയോഗിച്ച കണക്കിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. അതെ, തകർച്ചയിൽ നിന്നും തിരിച്ചു നടന്ന ധൈര്യത്തിന്റെ കൃത്യമായ കണക്കുകളിലേക്ക് പോകുന്നു ഹൈ ഫൈവ്. വയനാട്ടിൽ വരവെത്ര, ചെലവെത്ര? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ച ടൗൺഷിപ്പിലെ ആദ്യഘട്ടത്തിൽ 178 വീടുകൾ 2026 മാർച്ച് മാസം 1 കൈമാറും. റിപ്പോർട്ടുകൾ പ്രകാരം കൽപ്പറ്റ ഈസ്റ്റേൺ എസ്റ്റേറ്റിൽ നിർമ്മിച്ച ഈ വീടുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിർവഹിക്കും. നറുക്കെടുപ്പിലൂടെയാണ് അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. വയനാട് ടൗൺഷിപ്പ് പദ്ധതി വെറുമൊരു വീട് നിർമ്മാണമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീട്, ആശുപത്രി, സ്കൂള്, കളിസ്ഥലമടക്കം സാധാരണ ജീവിതത്തിൽ നമ്മൾ സ്പർശിക്കുന്ന എല്ലാ മേഖലയെയും ബന്ധിപ്പിക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണത്. കേരളത്തിന്റെ ദുരിതം കണ്ട് സഹായിച്ച ആബാലവൃദ്ധം ജനങ്ങളുടെയും സ്നേഹ സമ്മാനമായ 774 കോടി രൂപയിലാണ് സർക്കാർ ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയത്. വയനാട് അതിജീവനം പുനരധിവാസം എന്നൊരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയത് ഈ 774 കോടി രൂപയിലാണ്. ദുരന്തത്തോട് മുഖം തിരിച്ചവരുണ്ട്, കണക്കുകൾ ചോദിക്കുന്നവരുണ്ട്. സ്നേഹവും കരുണയും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ കണക്കുകൾ കൃത്യമായി എഴുതി വയ്ക്കും ഈ പദ്ധതി പ്രദേശത്ത് എന്ന് തന്നെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത്. നമുക്ക് ഇന്ന് വരെ നടന്ന കണക്കുകൾ ഒന്ന് പരിശോധിച്ച് വരാം. നോക്കൂ, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ലല്ലോ. 2024 വയനാട്ടിലുണ്ടായ ദുരന്തം നമ്മുടെ കേരളത്തിൽ ഇതുവരെ സംഭവിച്ചത് വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ്. 400-ലധികം മനുഷ്യർ ഒന്നിച്ചു മരിച്ച ഒരു മഹാദുരന്തമായിരുന്നു വയനാട്ടിൽ നമ്മൾ കണ്ടത്. അന്ന് വീടുകൾ, സ്കൂളുകൾ, പാലങ്ങൾ, റോഡുകൾ, കൃഷിഭൂമി, ആരാധനാലയങ്ങൾ എല്ലാം തകർന്നടിഞ്ഞു. ഒരു നാടൊന്നാകെ ഒലിച്ചുപോയ ഒരു മഹാദുരന്തമായിരുന്നു അത്. അന്ന് കൈമൈ മറന്ന് കേരളം ഒന്നിച്ചപ്പോൾ കിട്ടിയതാണ് നമ്മൾ ഈ പറയുന്ന 774 കോടി രൂപ. കൃത്യം കണക്കുണ്ട്. കൃത്യമായി പറഞ്ഞാൽ നോക്കൂ, 773.98 കോടി രൂപയാണ് സർക്കാർ ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും ഒക്കെയും സഹായത്തോടു കൂടി സർക്കാരിനാകെ ലഭിച്ച പണം എന്ന് പറയുന്നത്. ഇതിൽ സർക്കാർ ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും സഹായത്തിൽ ലഭിച്ചത് 487.4 കോടി രൂപയാണ്. സർക്കാരുകളും ബാങ്കുകളും അടക്കമുള്ള സഹായങ്ങൾ പരിശോധിച്ചാൽ അത് 316.58 കോടി രൂപയാണ്. അങ്ങനെ ഈ എല്ലാ കണക്കുകളും കൂടി ചേരുമ്പോഴാണ് ആകെ സഹായമായി സർക്കാരിന് ലഭിച്ച തുക 773.98 കോടിയായി വരുന്നത്. ഇത്രയും പേർ ഒന്നിച്ചപ്പോൾ, ഈ കേരളം ഒന്നാകെ ഒന്നിച്ചപ്പോൾ കിട്ടിയ ആകെ തുകയാണ് നമ്മൾ ഈ പറയുന്ന 774 റൗണ്ട് ഇട്ട് പറയുന്ന 773.98 കോടി രൂപ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പ്രത്യേക അക്കൗണ്ട് ആയിട്ടാണ് ഈ തുക ഉള്ളത്. അതായത് ഈ ചെലവഴിക്കുക, വയനാടിന് വേണ്ടി ഈ തുക ചെലവഴിക്കുന്നത് വയനാടിന് വേണ്ടി മാത്രമാണ്. മാസങ്ങൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ അബിൻ ബർക്കി അടക്കമുള്ളവർ ഈ തുക എവിടെ ചെലവഴിച്ചു, പണം എവിടെ എന്ന് ചോദ്യം ഉയർത്തുന്നുണ്ടായിരുന്നു. അതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ സൈറ്റിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെയും വ്യക്തമാണ്. നമ്മൾ കുറച്ച് മുൻപ് ആ സ്റ്റിൽ ഇവിടെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിലവിലുള്ള ആ തുകയുടെ കണക്കുകൾ എത്രയാണെന്ന് നോക്കൂ. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കാണ്. ഇതിൽ വയനാട് ദുരന്തത്തിൽ 2024 ഉണ്ടായ വയനാട് ദുരന്തത്തിലെ കണക്കാണ്. ഇതിലുള്ളത് 773.98 കോടി രൂപ. നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞത് എങ്ങനെയാണ് 773.98 കോടി എത്തിയതെന്ന്. ആ തുക ഈ വയനാട് ദുരന്തത്തിന്റെ പേരിൽ CMDRF ഫണ്ടിലുണ്ട്. ഇതിൽ ഇതുവരെ ചെലവഴിച്ചത് നോക്കൂ, 165.87 കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. കണക്കുകൾ കൃത്യമാണ്. ഈ 165.87 കോടി രൂപ എന്തിന് ചെലവഴിച്ചു, ബാക്കി എത്രയുണ്ട്, എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത്, അതിലേക്കാണ് ഇനി ഹൈ ഫൈവ് പോകുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 165.87 കോടി രൂപ മാത്രമാണ് ഇതുവരെ ചെലവഴിച്ചത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ ദേ കാണുന്നുണ്ട്. അതായത് ബാക്കി ഈ 774-ൽ ബാക്കി 600 കോടി ഇതേ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇപ്പോഴും ഉണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കിട്ടിയ തുക തൊട്ടടുത്ത ദിവസം വിതരണം ചെയ്യുക എന്നുള്ളതല്ല.
അത് പൂർണ്ണമായും വയനാടിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ രീതി. എങ്ങനെയാണ്? ആദ്യം എത്ര വീട്, എത്ര ടൗൺഷിപ്പ്, ഇക്കാര്യങ്ങളിൽ നിന്നും തുടങ്ങാം നമുക്ക് വയനാട്ടിൽ. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൊത്തം 410 വീടുകൾ നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 178 വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. ഈ 178 വീടുകളാണ് മാർച്ച് 1 അർഹർക്ക് കൈമാറുന്നത്. 410 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായാൽ ഏകദേശം 1662 ആളുകൾക്ക് അവിടെ താമസ സൗകര്യം ഒരുങ്ങും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇനി ചെലവഴിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മൾ പരിശോധിച്ചാൽ വീടൊന്നിന് 20 ലക്ഷം രൂപയാണ് ചെലവഴിച്ച് സമഗ്രമായി എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട് സർക്കാർ പണിയുന്നത്. ഇതിന്റെ കോൺട്രാക്ട് നൽകിയിരിക്കുന്നത് ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. ഈ 20 ലക്ഷം വീതം 7 സെന്റിൽ 1000 അടി ചതുരശ്ര അടിയിൽ 410 വീടുകളാണ് ആകെ സർക്കാർ നിർമ്മിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുന്നതാണ് നമ്മൾ ഈ കാണുന്ന 178 വീടുകൾ. പൂർണ്ണമായും നിർമ്മിച്ച് താക്കോൽ നൽകാൻ പോകുന്നത് മാർച്ച് 1 താക്കോൽ നൽകാൻ പോകുന്നത് ഈ 178 വീടുകൾക്കാണ്. ഇനി ഇതുവരെയുള്ള ചിലവ് കണക്കുകളിലേക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത്. എവിടെയാണ് ഈ 774 കോടി പോകുന്നത് എന്ന് ജനങ്ങൾക്ക് കൂടി അറിയണമല്ലോ. നോക്കൂ, കളക്ടറുടെ ദുരിതാശ്വാസത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് 707.65 കോടി രൂപയാണ് കളക്ടറുടെ ദുരിതാശ്വാസത്തിന് വേണ്ടി നൽകിയത്. എന്തിനാണ് കളക്ടർക്ക് ഇത്രയും കോടി നൽകിയത്? അടിയന്തര സാഹചര്യത്തിൽ കളക്ടർക്ക് ചെലവഴിക്കാൻ വേണ്ടിയാണ് ഈ ഇത്രയും പൈസ, അതായത് 7.65 കോടി രൂപ സർക്കാർ നൽകിയത്. ഇനി മറ്റൊന്ന്, താൽക്കാലിക വീടിന് വേണ്ടി നൽകിയത് 50 ലക്ഷം രൂപയാണ്. അതായത് ഈ ദുരന്തത്തിൽ, വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടമായവർക്ക് കളക്ടർ മുഖേന താൽക്കാലികമായി വാടക വീട് നൽകുന്നതിന് വേണ്ടി ചെലവഴിച്ച തുകയാണ് ഈ പറയുന്ന 50 ലക്ഷം രൂപ. കുട്ടികളുടെ പഠനത്തിന് വേണ്ടി 2.1 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വയനാട് ദുരന്തം നമുക്കറിയാം, ഒരു രാത്രി കൊണ്ട് എല്ലാവരും ഉറ്റവരും ഉടയവരും ഒക്കെയും എല്ലാവർക്കും നഷ്ടപ്പെട്ട ഒരു മഹാദുരന്തമാണ്. ആ ദുരന്തത്തിൽ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനത്തിനു വേണ്ടി ഇതുവരെ നൽകിയതാണ് ഈ 2.10 കോടി രൂപ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടൗൺഷിപ്പിലേക്ക് വരികയാണ്. ടൗൺഷിപ്പിന് നോക്കൂ, 20 കോടി രൂപയാണ് ടൗൺഷിപ്പിന് നൽകിയത്. വയനാട്ടിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ടൗൺഷിപ്പിന് പ്രാഥമികമായി നൽകിയ തുകയാണ് ഈ 20 കോടി രൂപ. 351 കോടി രൂപയാണ് ആകെ ഇതിന്റെ ചെലവ് കണക്കാക്കുന്നത്. നിലവിൽ നൽകിയത് 20 കോടി മാത്രമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് മൊത്തം ഈ ടൗൺഷിപ്പിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന തുക അല്ലെങ്കിൽ കണക്കാക്കുന്ന തുക 351 കോടിയാണ്. ആ 351 കോടിയിൽ 20 കോടിയാണ് ഇപ്പോൾ ഈ ഒരു വീടിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ടൗൺഷിപ്പിന് പുറത്ത് പോയവർക്ക് 13.91 കോടി രൂപയും നൽകിയിട്ടുണ്ട്. അതായത് ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്നും 15 ലക്ഷം രൂപ മതിയെന്നും തീരുമാനിച്ച് സർക്കാരിൽ നിന്നും പണം വാങ്ങിപ്പോകാൻ ഒരു ഓപ്ഷൻ സർക്കാർ തുടക്കത്തിൽ നൽകിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ പണം വാങ്ങിയവർക്ക് നൽകിയതാണ് ഈ 13 കോടി 91 ലക്ഷം രൂപ എന്ന് പറയുന്നത്. കുടുംബശ്രീ വഴി നൽകിയത് 3.62 കോടി രൂപയാണ്. കുടുംബശ്രീ വഴി നൽകിയെന്ന് വെച്ചാൽ നിത്യച്ചെലവിന് വേണ്ടിയുള്ള സഹായമായിട്ട് വിതരണം ചെയ്തതാണ് നമ്മൾ ഈ പറയുന്ന 3.62 കോടി രൂപ. എസ്റ്റേറ്റിന്, ഇനി ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് അല്ലേ. അപ്പം എസ്റ്റേറ്റിന് വേണ്ടി നൽകിയിരിക്കുന്നത് 43.56 കോടി രൂപയാണ്. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായുള്ള ഈ സ്ഥലം ഏറ്റെടുത്തത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. അതിനുവേണ്ടിയാണ് ഈ 43.56 കോടി രൂപ ചെലവഴിച്ചത്. കൂടാതെ ഈ എസ്റ്റേറ്റിൽ താമസിച്ചിരുന്ന തൊഴിലാളികളുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്, അവരുടെ വീടും കാര്യങ്ങളും ഒക്കെയും അവിടെയായിരുന്നു. ഇവരുടെയൊക്കെയും പുനരധിവാസത്തിന് വേണ്ടി, ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് 77.5 ലക്ഷം രൂപ അതിനും സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. 77.5 ലക്ഷം രൂപ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പുനരധിവാസത്തിന് വേണ്ടിയാണ് സർക്കാർ ഇക്കാലയളവിൽ ചെലവഴിച്ചത്. ഇനി തീർന്നിട്ടില്ല, കർഷകർക്ക് സഹായം നൽകി. കർഷകർക്ക് നൽകിയ സഹായം 90.17 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ ദുരന്തത്തിൽ കന്നുകാലികളടക്കം ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് പുതിയ സംരംഭം തുടങ്ങാൻ വേണ്ടിയാണ് ഈ 90.17 കോടി രൂപ സർക്കാർ നൽകിയത്. ഇതിനൊക്കെ പുറമെ മറ്റൊന്ന് ലോൺ ഏറ്റെടുക്കാൻ നൽകിയ 18.76 കോടി രൂപയുടെ കണക്കാണ്. അതായത് ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പകൾ ഏറ്റെടുക്കാൻ ഇതുവരെ സർക്കാർ ചെലവഴിച്ചത് 18.76 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇങ്ങനെ ആകെ ഇതുവരെ ചെലവഴിച്ചത് 165.87 കോടി രൂപയാണ്. ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞത് വലിയ കണക്കുകളാണ് പറഞ്ഞത്. ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അല്ലാതെയും കണക്കുകളുണ്ട്. നമുക്ക് ഈ CMDRFന്റെ ആ സൈറ്റിൽ കയറി നോക്കിയാൽ എന്തിനൊക്കെ എത്ര രൂപ ചെലവഴിച്ചു എന്നതിൻ്റെ കൃത്യമായ
നിർണായകമായ കണക്കുകൾ കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അങ്ങനെ ഇക്കാര്യങ്ങൾക്കൊക്കെയും കൂടിയാണ് ഇതുവരെ 165.87 കോടി രൂപ സർക്കാർ വയനാട്ടിൽ ചെലവഴിച്ചത്. ബാക്കി വരുന്ന 608.11 രൂപയുണ്ട്. ഇത് ഇപ്പോഴും ഈ അക്കൗണ്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സർക്കാരിന്റെ അക്കൗണ്ടിൽ ഈ പൈസ, ഈ 165.87 കോടി കഴിഞ്ഞാൽ 608.11 രൂപ ഇപ്പോഴും ഈ അക്കൗണ്ടിലുണ്ട്. ഇതാണ് കണക്കുകൾ. ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നോക്കൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് മുഖ്യമന്ത്രിയുടെ മാത്രം എന്തോ ഒരു കാര്യമാണ് എന്ന തരത്തിൽ വിമർശിക്കാനാണെങ്കിലും പലപ്പോഴും പലരും കേൾക്കാറുണ്ടല്ലേ. മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിന്ന് പൈസ ചെലവഴിക്കുന്നു, അങ്ങോട്ട് വക മാറ്റുന്നു, ഇങ്ങോട്ട് വക മാറ്റുന്നു എന്നൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. സത്യത്തിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി? നോക്കൂ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത്, ഒരു സംസ്ഥാനത്ത് ദുരന്തങ്ങൾ, അതേപോലെ അപകടങ്ങൾ, ഗുരുതരമായ രോഗങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകാനായി രൂപീകരിച്ച ഒരു നിധിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. സത്യത്തിൽ ഈ സാധനം, അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്തത് അത് മുഖ്യമന്ത്രിയല്ല, അത് റവന്യൂ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വകമാറ്റുമെന്ന് പറയുന്നു. അങ്ങനെ വകമാറ്റാൻ പറ്റത്തില്ല. അത് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരും തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് മാത്രം ഞാനിതിപ്പം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. സർക്കാരിന്റെ ഈ വിഷയത്തിലെ, വയനാട് വിഷയത്തിൽ സർക്കാരിന്റെ വിശദീകരണങ്ങളും പ്രതിപക്ഷ ആരോപണങ്ങളും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയേക്കാം. ഇതിൽ സർക്കാർ പറയുന്നത് പുനരധിവാസം, അതേപോലെ തന്നെ ഒരു റിയൽ കേരള സ്റ്റോറി കണക്കെ നടപ്പാക്കാൻ കഴിഞ്ഞു. അതായത് വീടുകളും ടൗൺഷിപ്പും ഉൾപ്പെടെയുള്ള പുനരധിവാസം ഒരു റിയൽ കേരള സ്റ്റോറി എന്ന നിലയിൽ അവതരിപ്പിച്ചു എന്നാണ് സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവരുടെ ലോണുകൾ അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ, അവരുടെ വ്യാപാര നഷ്ടങ്ങൾ, കുട്ടികളുടെ പഠന ആവശ്യങ്ങൾ അടക്കം എല്ലാം പരിഗണിച്ചു. അതിന് കൃത്യമായ കണക്കുകൾ അടക്കം നമ്മളിത് ഇപ്പോൾ കുറച്ചു മുൻപ് പരിശോധിച്ചതുമാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗം കൂടി കേട്ടാൽ, പ്രതിപക്ഷം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ടെൻഡർ ഇല്ലാതെ കരാർ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. 750 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതികളുടെ ചുമതല ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിൽ വലിയൊരു വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പദ്ധതികളിലെ ജനങ്ങളിലെ ഗുണഭോക്തൃക്കൾ ഉണ്ടല്ലോ, അതായത് മുൻഗണന വിതരണത്തിലുള്ള അപാകതകൾ, അതായത് ചിലരൊക്കെ ഈ മുൻഗണനാ പട്ടികയിൽ ഇല്ലാത്തവരും അയോഗ്യരായവരും ഒക്കെ ഈ ലിസ്റ്റിൽ വന്നു ചേർന്നു എന്നൊരു ആക്ഷേപം പ്രതിപക്ഷം വ്യാപകമായി ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിപക്ഷം ഈ കണക്കുകളൊക്കെ കൃത്യമായിട്ടുണ്ട് എങ്കിലും സുതാര്യതയൊക്കെ ഉണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുമ്പോഴും പ്രതിപക്ഷം ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങളിലേക്ക് കൂടി പോകണം. നമ്മുടെ ബെൻസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ബെൻസൺ, ഈ ഉരുൾപൊട്ടൽ ദുരന്തം നേരിൽ കണ്ടയാളാണ് ബെൻസൺ. ആ നാട്, ആ ദുരന്തത്തെ അതിജീവിച്ചത് കണ്ടയാളാണ് ബെൻസൺ. വയനാട്ടിൽ ഉയർന്നു നിൽക്കുന്നത് അത് വെറും ഭവനങ്ങൾ മാത്രമല്ലല്ലോ, ഒരു ഉയിർത്തെഴുന്നേൽപ്പ് കൂടിയാണ്. അപ്പോൾ ഇന്ന് അതേ ഇടത്ത് നിൽക്കുമ്പോൾ ഈ പറയുന്ന വിമർശനങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ബെൻസൺ? സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ അതിജീവനത്തിന്റെ ഒരു ഉദാത്തമായ മാതൃക എന്ന് തന്നെ വേണം ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമുക്കതിനെ പറയാൻ. അത്തരത്തിലൊന്ന് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിവേഗത്തിൽ ആ പുനരധിവാസം നടക്കുന്നു, വീടുകൾ തയ്യാറാകുന്നു. അതൊരു വീടുകൾ മാത്രമല്ലല്ലോ, ഒരു ടൗൺഷിപ്പാണ് അവിടെ തയ്യാറാകുന്നത്. അതായത് അവിടെ തന്നെ സ്കൂളുകൾ, ചെറിയ വിദ്യാലയങ്ങൾ വരുന്നു, പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്. അത്തരത്തിൽ അതായത് ഒരു നാട് ഒന്നാകെ തന്നെ പറിച്ചു കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കുന്ന അത്തരത്തിലൊരു ടൗൺഷിപ്പ് തന്നെയാണ് അവിടെ ഉയർന്നു വരുന്നത്. ആ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് അത്രത്തോളം വലിയ ആശ്വാസം നൽകുന്നതും മുൻപോട്ട് ജീവിക്കാൻ വലിയ കരുത്ത് പകരുന്നതും ഒന്ന് തന്നെയാണ്. നമ്മൾ ആ ചൂരൽമലയിൽ കഴിഞ്ഞ ദിവസം പോയി അവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവിടെ ഇപ്പോഴും കഴിയുന്ന, അല്ലെങ്കിൽ ആ പ്രശ്നബാധിത പ്രദേശത്തിന് അപ്പുറത്തായി മാറി താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ചില പരാതികളൊക്കെ പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദുരന്തബാധിതർക്കും ചില പരാതികളൊക്കെ പറയാനുണ്ട്. അവയെല്ലാം തന്നെ അടിയന്തരമായി തന്നെ ആ സർക്കാർ പരിഗണിച്ച് അതിനൊക്കെ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, ഈ ഉരുൾപൊട്ടി ഒഴുകി വന്ന പല പ്രദേശങ്ങളും അത് ഈ കർഷകർ അവർ കാലങ്ങളായി കൃഷി നടത്തിക്കൊണ്ട് വന്നിരുന്ന, വലിയ രീതിയിൽ വിളവ് നൽകി വന്നിരുന്ന പല കൃഷി പ്രദേശങ്ങളുമാണ്. അവയെല്ലാം തന്നെ പല പ്രദേശങ്ങളും ഇപ്പോൾ റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളാണ്. ആ റെഡ് സോണിൽ ഉൾപ്പെടുത്തിയ പ്രദേശം സർക്കാർ ഏറ്റെടുക്കുകയും അതിന്റെ നഷ്ടപരിഹാരം നൽകുകയോ അല്ലാത്ത പക്ഷം അവർക്ക് അവിടെ കൃഷി ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി നൽകണം എന്ന ആവശ്യം പല കർഷകരും ഉന്നയിച്ചു കണ്ടു. റെഡ് സോൺ ആണ്, അപ്പോൾ അവിടെ ഇനി അവർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകുക എന്ന് പറയുന്നത് ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് പോലെ തന്നെയായിരിക്കും. അതായത് അത്രത്തോളം പ്രശ്നബാധിതമായ, ഇനിയും അപകടമുണ്ടാവാൻ സാധ്യതയുള്ള ആ പ്രദേശത്ത് ഇവരെ
വീണ്ടും അവർക്ക് കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള അവസരം ഒരുക്കി നൽകുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ ആ സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെതായിട്ടുള്ള നഷ്ടപരിഹാരം ഇവർക്ക് നൽകേണ്ടതുണ്ട്. അത് അടിയന്തരമായി തന്നെ ലഭിക്കണമെന്നൊരു ആവശ്യം ഈ ആളുകൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്, കർഷകർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ പ്രദേശം എല്ലാം കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ 90% ആളുകളും അവിടെ കർഷകരാണ്. അവരുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നത് കാർഷിക വൃത്തിയിലൂടെയായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മണ്ണ്, അവരുടെ നാട്, അവരുടെ കൃഷി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വൈകാരികമായി വളരെ ബന്ധമുള്ള ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കർഷകരായിട്ടുള്ള ആളുകൾ ഈ നഗരപ്രദേശത്തേക്ക് മാറി താമസിക്കുമ്പോൾ അവരുടെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അവർക്ക് നിലനിൽക്കുന്നുണ്ട്, ആശങ്കയും അവർക്ക് നിലനിൽക്കുന്നുണ്ട്. കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ഓട്ടോ ഓടിക്കാൻ പോകുന്നു, അങ്ങനെ പലതരത്തിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു സാമ്പത്തിക അവസ്ഥ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അവർ ചെയ്തിരുന്ന ജോലിയിൽ നിന്നും മാറി മറ്റൊരു ജോലിയിലേക്ക് എത്തിയപ്പോഴുള്ള പ്രശ്നം, ആ പ്രതിസന്ധി ഇപ്പോഴും പലർക്കും തുടരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം കൂടി നൽകണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു 2 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായം, ചെറിയ തൊഴിൽ തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. അതും പലർക്കും ലഭ്യമായിട്ടില്ല എന്നൊരു ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ചെറിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദാത്തമായ ഒരു മാതൃക ഈ ജനതയെ മുൻപോട്ട് നയിക്കാൻ, മുൻപോട്ട് ജീവിക്കാൻ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു അതിജീവനത്തിന്റെ പാതയിൽ, അല്ലെങ്കിൽ അതിജീവനം എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ചൂരൽമല അങ്ങാടിയിൽ നിരവധി കടകളുണ്ട്, നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ആ കടകളിൽ കുറെ കടകളെല്ലാം തന്നെ പൂർണ്ണമായും ഉപയോഗശൂന്യമായ കടകളാണ്. പക്ഷേ ചില കടകൾ അത് ഉപയോഗിക്കാൻ കഴിയുന്ന കടകളാണ്. അപ്പോൾ ആ കടകളിൽ ഇപ്പോഴും 1.5 കൊല്ലത്തിന് ശേഷം ഇപ്പോഴും അവിടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ അവിടെയെല്ലാം തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ആ കടകൾ, അതായത് പ്രശ്നബാധിത മേഖലയിൽ നിന്നും കുറച്ചൽപ്പം മാറിയിട്ടുള്ള കടകളാണതെല്ലാം, അവ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി ലഭിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചോളം അതും അവർക്ക് വലിയ ഗുണകരമാവുന്ന കാര്യമാണ്. അങ്ങനെ പലതരത്തിലുള്ള ചെറിയ പരാതികൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അത് വൈകാരികമായിട്ടുള്ള രീതിയിലുള്ള ചെറിയ പരാതികളുണ്ട്. അതിനൊപ്പം തന്നെ ഒരു വലിയൊരു അതിജീവനം കൂടി അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും കാണാതെ പോകാൻ കഴിയില്ല. പ്രസാദ് ഉറുമ്പിശ്ശേരി കൂടി നമുക്കൊപ്പമുണ്ട്. പ്രസാദ്, ഗുഡ് ഈവനിങ്. ഇപ്പൊ കണക്കുകളുണ്ട്, വരവെത്ര ചെലവെത്ര എല്ലാം സുതാര്യമാണ്. പക്ഷെ അപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം. ഈ തുകകൾ എവിടെ പോയി, എവിടെ ചെലവഴിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഈ ഭവനങ്ങളെ ആയിട്ടുള്ളൂ. ഇനി പറഞ്ഞ പോലെ ബെൻസൺ പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയും വരേണ്ടതുണ്ട്. ഇതെല്ലാം അറിയാവുന്ന വയനാട്ടിൽ ഈ വിഷയം എങ്ങനെയാണ് പ്രസാദ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷ ആരോപണങ്ങളോടുള്ള സർക്കാരിന്റെ പ്രതിരോധം എന്താണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത്? അതാണല്ലോ ഇത് ഏറ്റവും പ്രധാനം. സംസ്ഥാനം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അതിജീവനം അതും ചർച്ചയാകുന്നുണ്ടോ വയനാട്ടിൽ? സേതു, ഇതിനകത്ത് പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങളെ കുറിച്ച് തന്നെ ആദ്യം പറയാം. പ്രതിപക്ഷം പറയുന്നത് വയനാട് പുനരധിവാസ പദ്ധതി ഒന്നും ആയിട്ടില്ല, അത് വൈകുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. വീടുകൾ നിർമ്മിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ വീടുകൾ ഇപ്പോഴും അതിൻ്റെ ദുരിതബാധിതർക്ക് കൈമാറിയിട്ടില്ല. ഈ തുക സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇത്രയും അധികം തുക ലഭിച്ചിട്ട് ആ തുക എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. പക്ഷേ സർക്കാർ പറയുന്നത്, സർക്കാർ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നു, അതിനകത്ത് ടൗൺഷിപ്പ് ഉണ്ട്, മറ്റൊന്ന് അവരുടെ സ്ഥലം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ആ ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള പ്രദേശത്ത് അവിടെയെല്ലാം പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അവിടേക്ക് ആ ഘട്ടം ഘട്ടമായാണ് ഈ പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം, 2024 ജൂലൈ 30-നാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടാകുന്നത്. അവിടെ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി, അതായത് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ടൗൺഷിപ്പ് നടത്താൻ വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവിറക്കുന്നത് അതേ വർഷം തന്നെ ഒക്ടോബറിലാണ്. 2 മാസം കഴിഞ്ഞ് ഒക്ടോബറിൽ തന്നെ ഉത്തരവിറക്കുന്നു. പക്ഷേ പിന്നീട് ആ എസ്റ്റേറ്റുകാർ, ആ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ച എസ്റ്റേറ്റുകാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും പിന്നീട് സുപ്രീം കോടതി വരെ പോവുകയും അങ്ങനെ 2025 ഏപ്രിൽ 11-നാണ് സർക്കാരിന് അന്തിമ അനുമതി ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അവിടെ പ്രവർത്തനം നടത്താമെന്നുള്ളത്. അപ്പം 2025 ഏപ്രിൽ കണക്കാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഏപ്രിലിന് ശേഷമാണ് അവിടെ സർക്കാരിന് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. 11 മാസത്തോളം മാത്രമേ സമയമുള്ളൂ. അപ്പോൾ അത്രയും സമയം കൊണ്ടാണ് ഈ വയനാട് ചൂരൽമലയിൽ വയനാട് ടൗൺഷിപ്പിനായി 410 വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ 178 വീടുകളുടെ പണി ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. മാർച്ച് 1-ാം തീയതി അതിൻ്റെ താക്കോൽ വിതരണം ഉണ്ടാകും പറയുന്നു. പക്ഷേ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മളവിടെ പോയപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം കുറേ പ്രവർത്തനങ്ങൾ കൂടി ഇനിയും പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നതാണ്. പക്ഷേ വയനാട് പോലെയുള്ള സ്ഥലത്ത് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന
പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. മഴ ഈ കഴിഞ്ഞ നാളുകളിൽ ഇപ്പോൾ ഏപ്രിലിന് ശേഷമാണെങ്കിൽ പോലും അതിലൊരു 3-4 മാസം മഴയാണ് നേരിട്ടത്. അപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം 2025 ഏപ്രിലിന് ശേഷമാണ് ഭൂമി കിട്ടിയത്. അപ്പോൾ 1 വർഷം പോലും സത്യത്തിലായിട്ടില്ല. അതിനുള്ളിൽ പരമാവധി വേഗത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് നമുക്ക് വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇനി അവിടെ നേരത്തെ പറഞ്ഞ അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വീട് നഷ്ടപ്പെട്ടത് മാത്രമല്ല, ആളുകൾക്ക് ഏക്കർ കണക്കിന് കൃഷി നഷ്ടപ്പെട്ട ആളുകൾ, അവരുടെ ഭൂമി നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, വീട് ഞങ്ങൾക്കായി, പക്ഷേ ഞങ്ങളുടെ ഉപജീവനം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അപ്പോൾ ആ കൃഷിസ്ഥലം എങ്ങനെ, അതിന് പകരം എന്താണ്, പണമാണോ അല്ലെങ്കിൽ പകരം ഭൂമിയാണോ നൽകുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ആശങ്കയുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവിടെ ഒന്നും നടന്നില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഘട്ടം ഘട്ടമായി അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ പോയി നിൽക്കുന്ന ആർക്കും വളരെ വ്യക്തമാണ്. ഓക്കെ പ്രസാദ്, വ്യക്തമാണ്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഈ വയനാടിന്റെ അതിജീവനത്തെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വയനാട്ടിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതല്ല, വയനാട്ടിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ സമയത്തിന്റെ പ്രശ്നം, കാലാവസ്ഥയുടെ പ്രശ്നം, പ്രതിസന്ധികൾ, പ്രതികൂല കാലാവസ്ഥകളൊക്കെയും ഉണ്ടായിരുന്നു. എങ്കിലും വയനാട്ടുകാരെ കൈപിടിച്ചുയർത്തി അവർക്ക് ഒരു ഭവനമായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പം ഉപജീവന മാർഗത്തിലടക്കം അവരുടെ ചെറിയ ചെറിയ ആശങ്കകളും ചെറിയ പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. അതിനുമൊക്കെയും ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഈ വയനാട്ടിൽ പുതുതായിട്ട് അവിടെ ഭവനങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ, കേരളത്തിൽ ഒന്നാകെ അത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്, മനസ്സിനൊരു കുളിർമ തന്നെയുമാണ്. ഇത് തന്നെയാണ് ഒരു റിയൽ കേരള സ്റ്റോറി.